പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുമ്പം ഏറ്റവും അധികം തെറ്റ് വരുത്തുന്ന കുറച്ച് സെൻറ്റൻസസ്. ഓക്കെ, അപ്പോൾ ഇത്തവണ ഗ്രാമറുമായി ബന്ധപ്പെട്ടിട്ട് പറയാമെന്ന് ഓർത്ത് നമ്മൾ പ്രിപ്പോസിഷനൊക്കെ യൂസ് ചെയ്യുമ്പം കറക്റ്റായിട്ട് എവിടാണ് പ്രിപ്പോസിഷൻ എന്ന് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വരുത്തുന്ന 1-2 തെറ്റുകൾ. ഫസ്റ്റ് വൺ, യു ആർ നോട്ട് ലിസ്ണിംഗ് മീ. ഒന്നുകൂടെ പറയാം, യു ആർ നോട്ട് ലിസ്ണിംഗ് മീ. എന്താ ഇവിടെ തെറ്റ്? ലിസ്ണിംഗ് എന്നുള്ളൊരു വാക്ക് കഴിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക, നിങ്ങളെപ്പോഴും ടു ഇടുക. കുട്ടികൾ എഴുതുന്നതിലൊക്കെ ഏറ്റവും അധികം നമ്മൾ വരുത്തുന്ന കാണുന്ന ഒരു തെറ്റായത്. സോ എങ്ങനെ പറയണ്ടേ? യു നോട്ട് ലിസ്ണിംഗ് ടു മീ, ലിസ്ണിംഗ് ടു മീ. ദാറ്റ്സ് എ ഫസ്റ്റ് വൺ. നമ്പർ 2, മിസ്റ്റർ ആൻഡ് മിസ്സസ് ടോം ലിവ് അറ്റ് ന്യൂയോർക്ക്. എന്താ ഇവിടുത്തെ തെറ്റെന്നറിയോ? ന്യൂയോർക്ക് എന്നത് ഒരു വലിയ സ്ഥലമല്ലേ, വലിയൊരു സിറ്റി അല്ലേ. അപ്പം ഞാൻ നേരത്തെ ഒരു പ്രൊനൗൺസിയേഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വലിയ സിറ്റീസ്, വലിയ വലിയ സ്ഥലങ്ങൾ പറയുമ്പോൾ നമ്മളെപ്പോഴും അവിടെ യൂസ് ചെയ്യേണ്ടത് ഇന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ പറയുക? മിസ്റ്റർ ആൻഡ് മിസ്സസ് ടോം ലിവ് ഇൻ ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ തന്നെ ഇന്ന ഒരു ചെറിയൊരു ഏതെങ്കിലും ഒരു സ്ക്വയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏരിയ അല്ലെങ്കിൽ ഇന്ന ഒരു 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 കൗണ്ടി, അതേപോലത്തെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് അറ്റ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും, എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ പറയാൻ. പക്ഷേ ജനറൽ ആയിട്ടുള്ള ഒരു വലിയ സ്ഥലം പറയുമ്പോൾ നമ്മൾ എന്താ അവിടെ യൂസ് ചെയ്യേണ്ടത്? ഇൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, അറൈവ് എന്നുള്ള ഒരു വാക്കിൻ്റെ ഒപ്പം ഇടുന്ന പ്രൊനൗൺസിയേഷൻ പലപ്പോഴും പലർക്കും തെറ്റാറുണ്ട്. ഇപ്പം ഞാൻ പറയാണ്, വി അറൈവ്ഡ് ഇൻ ദി വെന്യൂ. എന്താ ഇവിടുത്തെ തെറ്റ്? അതായത് കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കറക്റ്റായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ സൂചിപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ അവിടെ അറൈവ് ഇടുവാണെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊനൗൺസിയേഷൻ അറ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? വി അറൈവ്ഡ് അറ്റ് ദ വെന്യൂ, വി അറൈവ്ഡ് അറ്റ് ദ വെന്യൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഏറ്റവും അധികം നമ്മൾ തെറ്റ് വരുത്തുന്ന വേറൊരു പ്രിപ്പോസിഷൻ്റെ ഏരിയ ആണ് ഇൻ ആൻഡ് ഓൺ. എസ്പെഷ്യലി നമ്മളുടെ ബർത്ത്ഡേ, ഡേറ്റ് ഒക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഒത്തിരി പേരെ കേൾക്കുമ്പോൾ ഇതല്ല ശരി, അതാണ് എന്ന് എനിക്ക് ഫ്രീഡം ഉള്ള ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു ഏരിയ ആണിത്. ഇപ്പം ഞാൻ പറയാണ്, മൈ ബർത്ത്ഡേ ഇസ് ഓൺ 25th March. ഇവിടെ ഓൺ 25th March എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പ്രിപ്പോസിഷൻ എന്താ യൂസ് ചെയ്തത്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കലണ്ടർ മെത്തേഡ് പറയുമ്പോൾ ഡേയും ഡേറ്റിൻ്റെ ഒപ്പം നമ്മൾ ഇടേണ്ടത് ഓൺ ആണ്. അപ്പോൾ ഓൺ 25th March. ഓക്കെ, നേരെ മറിച്ച് മാസത്തിൻ്റെയും വർഷത്തിൻ്റെയും മുമ്പിൽ നമ്മൾ എന്താ ഇടേണ്ടത്? ഇൻ. ഇതെപ്പോഴും പലപ്പോഴും നമുക്ക് തിരിഞ്ഞു പോകാറുണ്ട്. സോ എങ്ങനെ നമ്മൾ പറയേണ്ടത്? മൈ ബർത്ത്ഡേ ഇസ് ഓൺ 25th March. നേരെ മറിച്ച് ഞാൻ പറയുകയാണ്, മൈ ബർത്ത്ഡേ ഇസ് ഇൻ മാർച്ച് എന്ന് പറയുകയാണെങ്കിൽ അതെന്താ അവിടെ ഇന്ന് വന്നത്? ബിക്കോസ് അതൊരു മാസമാണ്. ഓക്കെ, അതെപ്പോഴും നമ്മൾ മനസ്സിൽ ഓർത്തോളുക. ദിവസം ഡേറ്റ്, ഡേ ആൻഡ് ഡേറ്റിൻ്റെ മുമ്പിൽ ഓൺ, മന്ത് ആൻഡ് ഇയറിൻ്റെ മുമ്പിൽ ഇൻ. ഓക്കെ, അപ്പോൾ പ്രിപ്പോസിഷൻ്റെ ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരുത്തുന്ന തെറ്റുകൾ ഇതൊക്കെയാണ്. ഇതൊക്കെ നിങ്ങളിനി ശരിയാക്കിയിട്ട് വേണം എഴുതാനോ പറയാനോ. ഇതേപോലെ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന വേറൊരു തെറ്റാണ് ഈ നൈറ്റിലെ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് പോലെ തന്നെ ഇൻ നൈറ്റ് എന്ന് പറയാനുള്ള ഒരു ചെറിയ ടെൻഡൻസി പൊതുവേ ആൾക്കാരിൽ കാണാറുണ്ട്. ഇപ്പോൾ ഞാൻ പറയാണ്, ജെനി ഡ്രൈവ്സ് അറ്റ് നൈറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് സെൻറ്റൻസ് ആണ്, ആപ്റ്റ് സെൻറ്റൻസ് ആണ്. നൂൺ, നൈറ്റ്, ഈ 2 വാക്കുകളുടെയും മുമ്പിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ അറ്റ് ആണ്. ഓക്കെ, അറ്റ് നൈറ്റ്, അറ്റ് നൂൺ, ഓർത്തോളുക. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ വരുത്തുന്ന വേറൊരു തെറ്റാണ് മാരീഡിൻ്റെ ഒപ്പം വരുത്തുന്ന ഒരു പ്രിപ്പോസിഷൻ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, രാജ് ഇസ് മാരീഡ് വിത്ത് വിദ്യ. ഇങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്? മാരിൻ്റെ കൂടെ, മാരീഡ് എന്ന വാക്കിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ വിത്ത് ഇടാൻ പാടില്ല, അത് തെറ്റാണ്. എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു ചെറിയ തെറ്റായത് കേട്ടോ. അതിന് പകരം എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രിപ്പോസിഷൻ ഇടേണ്ടത്? രാജ് ഇസ് മാരിഡ് ടു വിദ്യ. ഓക്കെ, അപ്പോൾ അവിടെ വിത്ത് അല്ല, ടു ആണ്. മനസ്സിലായി? അപ്പോൾ ഈ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് വരുത്തുന്ന ഈ പ്രിപ്പോസിഷൻ്റെ തെറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കും. ഓക്കെ, English House, English at your fingertips.